നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 25 തിങ്കളാഴ്ചയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗിന് സാധ്യതയുള്ള ഒരു ദിവസമാണ്. കാരണം ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ശക്തമായ നിലയിലാണ്. കൂടാതെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഏകദേശം 360 മുതൽ 370 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇനി US മാർക്കറ്റിലേക്കാണ്. ബിസിനസ് ആക്ടിവിറ്റി ഡാറ്റയാണ് വെള്ളിയാഴ്ച അവിടെ നിന്നും പുറത്തു വന്നത്. 31 മാസത്തെ ഉയർന്ന നിലയിൽ ഈ ഡാറ്റ പുറത്തു വന്നതോടെ US മാർക്കറ്റുകളെല്ലാം ശക്തമായ നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെ മറികടന്നത് സ്മോൾ ക്യാപ് റസൽ 2000 ആയിരുന്നു. 1.8% ഉയർന്നു. ഇനി യൂറോപ്യൻ മാർക്കറ്റുകളും നല്ല ശക്തമായ നിലയിൽ തന്നെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സും വലിയ ശക്തമായ നിലയിൽ തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ഫോക്കസിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച 2 സംസ്ഥാനങ്ങളിലേക്കുള്ള ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വന്നിരുന്നു. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലെയും റിസൾട്ടുകളാണ് പുറത്തു വന്നത്. ഇതിൽ തന്നെ ഫോക്കസിൽ ഉണ്ടായിരുന്നത് മഹാരാഷ്ട്ര തന്നെയായിരുന്നു. ഏറ്റവും ഉയർന്ന GDP ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. BJPയുടെ കീഴിലുള്ള ഒരു സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞത് ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇതിനോട് മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും റിയാക്ട് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു അദാനി ഇഷ്യൂ. അതും ഇന്ത്യൻ മാർക്കറ്റിനെ അത്ര കണ്ട് നെഗറ്റീവായിട്ട് ബാധിച്ചില്ല. ഏതായാലും നിഫ്റ്റി ഈ ആഴ്ച 24,500 മറികടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്നത്തെയും നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം ശനിയാഴ്ച 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. മഹാരാഷ്ട്രയും ജാർഖണ്ഡുമായിരുന്നു. മഹാരാഷ്ട്രയിൽ BJP തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വന്നത്. 288 സീറ്റുകളിൽ 235 സീറ്റുകൾ BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുദ്ധി അലയൻസ് നേടിയിരിക്കുന്നു. നമ്മൾ ഇതിന് മറ്റ് രാഷ്ട്രീയ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ ഒരു റിസൾട്ട് നമ്മുടെ മാർക്കറ്റിനെ എത്തരത്തിലായിരിക്കും എഫക്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഏറ്റവും ഉയർന്ന GDP ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. BJPയുടെ സ്ഥിരതയുള്ള ഒരു സർക്കാർ വിപണിയിലും പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും റിയാക്ട് ചെയ്യുക. ഇനി ജാർഖണ്ഡിന്റെ വിഷയത്തിലേക്ക് വന്നാൽ 81 സീറ്റുകളിൽ 56 എണ്ണവും ഇന്ത്യ ബ്ലോക്കിനാണ് ലഭിച്ചത്. ഇനി ജാർഖണ്ഡിന്റെ റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ സാമ്പത്തിക സ്കെയിൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫലം പരിമിതമായ സ്വാധീനം മാത്രമായിരിക്കും മാർക്കറ്റുകളിൽ ഉണ്ടാക്കുക. മറ്റൊരു മുഖ്യമായ വാർത്തയുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ FII ഔട്ട്ഫ്ലോ ഇന്ത്യയിൽ നിന്നായിരുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ അഥവാ FPIs ഒക്ടോബർ 1 മുതൽ ഇന്ത്യൻ ഇക്വിറ്റികളിൽ $13.6 ബില്യൺ വിറ്റഴിച്ചു. ഇത് ഏഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്നതുമാണ്. സെപ്റ്റംബർ 30 മുതൽ തുടർച്ചയായി 36 സെഷനുകളിൽ FPIs ഇന്ത്യൻ ഇക്വിറ്റികളിൽ അറ്റ വിൽപ്പനക്കാരാണ്. എമർജിംഗ് മാർക്കറ്റുകളിൽ നിന്ന് FPIs അകലുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ശക്തമായ US ഡോളറും US ട്രഷറി വരുമാനം ഉയരുന്നതുമാണ്. FPIs ദക്ഷിണ കൊറിയയിലും തായ്വാനിലും വലിയ സെല്ലിംഗ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി $21.7 ബില്യൺ അറ്റ FPI വരവ് ജപ്പാനിൽ കണ്ടത് വ്യത്യസ്തമായ ഒരു ഘടകം തന്നെയായിരുന്നു. ഏതായാലും ഇപ്പോൾ FIS ക്യാഷ് മാർക്കറ്റിലെ സെല്ലിംഗ് കുറച്ചത് ഒരു പോസിറ്റീവ് ഘടകമായി തന്നെ കാണേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നല്ല സ്റ്റോക്കുകളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയ ഒരു സമയം തന്നെ ആയതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്ത ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യം സൊമാറ്റോ എന്ന കമ്പനിയെ കുറിച്ചുള്ള വാർത്തയാണ്. 8,500 കോടി രൂപയുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിക്കുന്നതിന് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. കൂടാതെ മറ്റൊരു വാർത്ത കൂടിയുള്ളത് ഡിസംബർ 23-ാം തീയതി മുതൽ BSE സെൻസെക്സിൽ നിന്ന് JSW സ്റ്റീലിന് പകരം സൊമാറ്റോ ആഡ് ചെയ്യപ്പെടും. അടുത്തത് എസ്കോർട്സ് കുബോട്ട എന്ന സ്ഥാപനമാണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ എസ്കോർട്സ് കുബോട്ട ഫിനാൻസ് നവംബർ 26 മുതൽ പൊതു നിക്ഷേപങ്ങൾ സ്വീകരിക്കാതെ ഒരു നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ സ്ഥാപനമായി അതിന്റെ ബിസിനസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. അടുത്തത് HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ്. ഇന്ത്യയിൽ 500 മുതൽ 1000 മെഗാവാട്ട് എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് കമ്പനിക്ക് NTPC
വിദ്യുത് വ്യാപാര നിഗത്തിൽ നിന്ന് ഒരു സ്വീകാര്യതാ കത്ത് ലഭിച്ചിരിക്കുന്നു. അടുത്തത് CESC ലിമിറ്റഡ് ആണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ എമിനന്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഛത്തീസ്ഗഡിലെ ഒരു വൈദ്യുതി വിതരണ കമ്പനിയുടെ 100% ഉടമസ്ഥാവകാശം 871 കോടി രൂപയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചു. അടുത്തത് BSE ആണ്. നവംബർ 21 മുതൽ ഗവേണിംഗ് ബോർഡ് ചെയർമാനായി സുഭാസിസ് ചൗധരിയെ നിയമിക്കുന്നതിന് സെബി അനുമതി നൽകി. അടുത്തത് VST ഇൻഡസ്ട്രീസ് ആണ്. കമ്പനിയുടെ സ്ഥാവര സ്വത്തുക്കളും 2.7 ഏക്കർ സ്ഥലവും വിറ്റതായി കമ്പനി അറിയിച്ചു. അടുത്തത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. കമ്പനിക്ക് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്നും 837.67 കോടി രൂപയുടെ പുതിയൊരു കരാർ ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആർത്തി ഇൻഡസ്ട്രീസ്, അദാനി എന്റർപ്രൈസസ്, GNFC, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, നാഷണൽ അലുമിനിയം കമ്പനി തുടങ്ങിയവയാണ്. ഇന്ന് ബോണസ് ഇഷ്യൂവിന്റെ എക്സ് ഡേറ്റ് പ്രഖ്യാപിച്ചത് ശക്തി പമ്പ്സ് ആണ്. ഇനി എക്സ് ഡിവിഡന്റ് പ്രഖ്യാപിക്കുന്ന ഇന്നത്തെ കമ്പനികൾ പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ബൽറാംപൂർ ചീനി മിൽസ്, EPL തുടങ്ങിയവയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ, ഓപ്ഷൻസിനെ കുറിച്ച് നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ട്, അതും വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓപ്ഷൻസിൻ്റെ ക്ലാസ് ആവശ്യപ്പെടാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 557 പോയിന്റ്സും സെൻസെക്സ് 1961 പോയിന്റ്സും ഉയർന്നു. ഒരു ശക്തമായ തിരിച്ചുവരവാണ് ഇന്ത്യൻ വിപണിയിൽ കണ്ടത്. IT റിയാലിറ്റി സെക്ടറുകൾ ലീഡ് ചെയ്തു, 3% ഉയർന്നു. മിഡ് ക്യാപ്പ് 632 പോയിന്റ്സും നിഫ്റ്റി ബാങ്ക് 763 പോയിന്റ്സുമാണ് ഉയർന്നത്. വെള്ളിയാഴ്ച ഫോക്കസിൽ ഉണ്ടായിരുന്നത് അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. നെഗറ്റീവായിട്ടല്ല പല സ്റ്റോക്കുകളും റിയാക്ട് ചെയ്തത്, ചില സ്റ്റോക്കുകൾ പോസിറ്റീവായിരുന്നു. സ്റ്റോക്കുകളിൽ പ്രാജ് ഇൻഡസ്ട്രീസിന്റെ റവന്യൂ 2030 ട്രിപ്പിൾ ആയി വർദ്ധിക്കുമെന്ന് വാർത്ത വന്നതോടെ 15% സ്റ്റോക്ക് ഉയർന്നത്. പേടിഎം തുടർച്ചയായ 5ാമത്തെ ദിവസവും ഉയർന്നു. നിഫ്റ്റിയിലേക്ക് 23,907 557 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ കാൻഡിലിനെ എൻഗൾഫ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ബുള്ളിഷ് കാൻഡിൽ തന്നെയായിരുന്നു നിഫ്റ്റിയിൽ വെള്ളിയാഴ്ച ഫോം ആയത്. അപ്സൈഡിൽ 50-day EMA ഉള്ള 24,025 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. കൂടാതെ 24,025 മുതൽ 24,160 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു അപ്സൈഡിലെ റെസിസ്റ്റൻസ് സോണായിട്ടും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഡൗൺ സൈഡിലേക്ക് വന്നാൽ 23,550 വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോൺ തന്നെയായിരുന്നു. അത് ആ ഒരു ലെവൽ നിഫ്റ്റിക്ക് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു. 2-3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറെ വീഡിയോസ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. നിഫ്റ്റി ഒരു ഓവർ സോൾഡ് സിറ്റുവേഷനിലാണ്, കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടിലാണ് നിഫ്റ്റി ഉള്ളത്. ഇതേകൊണ്ട് ഒരു പുൾ ബാക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെ വെള്ളിയാഴ്ച നമുക്ക് വളരെ ശക്തമായ ഒരു പുൾ ബാക്ക് തന്നെയാണ് ലഭിച്ചത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 24,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 23,900 സ്ട്രൈക്കിലും അതിനുശേഷം 24,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,500 ആണ്. അതിനുശേഷം 23,400 സ്ട്രൈക്കിലും അതിനുശേഷം 23,600 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,600-ഉമാണ്. ഇനി നമുക്ക് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റ് ആണ് പരിശോധിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയാണ് എടുക്കുന്നത്. ആദ്യം 23,900 സ്ട്രൈക്കിൽ ATM സ്ട്രൈക്കിൽ 481% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ് അവിടെയുള്ളത്. എന്നാൽ കോൾ സൈഡിൽ 114% വർധനവാണ് കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. കോൾ സൈഡിൽ 23,850 സ്ട്രൈക്കിൽ 1,157% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. വെറും 97% വർധനവ് മാത്രമാണ് കോൾ സൈഡിലുള്ളത്. ഒരു വളരെ ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണിത്. 23,950 സ്ട്രൈക്കിൽ 520% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 93% വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ഇതുകൂടാതെ മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് ബുൾസിന് അനുകൂലമാണ് എന്നും കാണാം. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുൾ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. കൂടാതെ ആവറേജ് വോളിയത്തേക്കാൾ കൂടുതൽ ഒരു ബുള്ളിഷ് വോളിയം ഉള്ളത് വളരെ പോസിറ്റീവ് തന്നെയാണ്. കൂടുതൽ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇപ്പോൾ കാണിക്കുന്നുമുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,135-ൽ 762 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഒരു ലോങ് ബുൾ ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ ആണ്, അതും ഒരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ കാണണം. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 20-day 100-day EMA-കൾക്ക് അരികെയായിട്ടാണ്.
51,150 ലെവലിലാണ് ഈ ലെവൽ വരുന്നത്. ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതൽ സ്ട്രെങ്ത് വന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇനി ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരുപാട് മാസങ്ങളായിട്ട് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ചാനൽ പാറ്റേണിനുള്ളിലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഈ ചാനൽ പാറ്റേണിന്റെ ലോവർ എൻഡിൽ നിന്നും ഒരു പുൾ ബാക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി 52,800 മുതൽ 53,000 വരെയുള്ള ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 ആണ്. അതിനുശേഷം 51,500 സ്ട്രൈക്കിലും അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000 ആണ്. അതിനുശേഷം 50,500 അതിനുശേഷം 50,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000 അടുത്തതായി ഇന്ത്യ വിക്സിലേക്ക്. ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത് 16.10 എന്ന നിലയിലാണ്. 0.67% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. വെള്ളിയാഴ്ച FIS 1,278 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 1,722 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. അതായത് FIS അവരുടെ സെല്ലിംഗ് കാര്യമായി തന്നെ കുറച്ച് കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് ഈ ഡാറ്റ കാണിക്കുന്നത്. US മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച US മാർക്കറ്റുകളെല്ലാം ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.97% ഉയർന്നു. S&P 500 0.35%, നാസ്ഡാക്ക് 0.16% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ നിന്നുള്ള കുറഞ്ഞ പലിശ നിരക്കും കൂടുതൽ ബിസിനസ് സൗഹൃദ നയങ്ങളും പ്രതീക്ഷകൾ ഉയർത്തി. നവംബറിലെ ബിസിനസ് പ്രവർത്തനത്തിന്റെ അളവ് 31 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലും എത്തി. വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെ മറികടന്നത് സ്മോൾ ക്യാപ് റസൽ 2000 ആയിരുന്നു. 1.8% ഉയർന്നു. കഴിഞ്ഞ ആഴ്ച കൂടുതൽ നേട്ടമുണ്ടാക്കിയതും റസൽ 2000 തന്നെയായിരുന്നു. ഏകദേശം 4.3% കഴിഞ്ഞ ആഴ്ച മാത്രം ഉയർന്നത്. ഗൂഗിളിന്റെ പാരന്റ് കമ്പനി 4% ഇടിവാണ് വ്യാഴാഴ്ച ഉണ്ടാക്കിയത്. അതിനുശേഷം വെള്ളിയാഴ്ചയും 1.7% ഇടിവുണ്ടാക്കി. ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷം എൻവിഡിയ വെള്ളിയാഴ്ച 3.2% ഇടിഞ്ഞു. ഇനി കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇൻഡസ്ട്രിയൽ സ്റ്റോക്കുകളായിരുന്നു. 1.36% ഉയർന്നു. ഇടിഞ്ഞത് കൺസ്യൂമർ ഡിസ്ക്രിഷണറി സ്റ്റോക്കുകളായിരുന്നു. 0.69% ഇടിവാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഏറ്റവും അധികമായി അറിയേണ്ട ഒരു കാര്യം ഡിസംബറിൽ US ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്ന് തന്നെയാണ്. ഇപ്പോൾ CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നത് 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത 59.6%. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 3.78% ഉയർന്നു. വിപ്രോ 2.80% ഉയർന്നത്. ICICI ബാങ്ക് 3.15%, HDFC ബാങ്ക് 1.45% നേട്ടവും ഉണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 1.5% ഉയർന്നപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് 4% നേട്ടമുണ്ടാക്കിയത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.49% നേട്ടത്തിലും S&P 500 0.39% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 1.37% ഉയർന്നു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.57% ഉയർന്നത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.91% നേട്ടവും ഉണ്ടാക്കി. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 1.18% ഉയർന്നു. അവിടെ ഹെൽത്ത് കെയർ റീറ്റെയിൽ സ്റ്റോക്കുകളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 2% മുകളിൽ ഉയർന്നു. എന്നാൽ യൂറോപ്പിൽ ബാങ്കുകളാണ് ഇടിഞ്ഞത്. 2% ഇടിവുണ്ടാക്കി. UKയിൽ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പുറത്തു വന്നതോടെ UK പൗണ്ട് US ഡോളറിനെതിരെ 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.80% നേട്ടത്തിലാണ്. CAC 0.37% നേട്ടത്തിലും FTSE 0.44% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ശക്തമായ നിലയിൽ തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കൊറിയയിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഈ ആഴ്ച പുറത്തു വരാനുണ്ട്. കൂടാതെ ഇന്ത്യയിൽ നിന്നും തേർഡ് ക്വാർട്ടർ GDP നമ്പറുകളും പുറത്തു വരാനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇനി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് വളരെ വളരെ ശക്തമായ ഒരു ഓപ്പണിംഗ് ആണ്. ഈ സമീപകാലത്ത് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് ആണ് നമുക്ക് ഇന്ന് ലഭിക്കാൻ സാധ്യതയുള്ളത്. 360 മുതൽ 370 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.91% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 1.22% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക് ഉക്രൈൻ യുദ്ധം രൂക്ഷമാകുകയും നവംബറിൽ ചൈനീസ് ഇറക്കുമതി വർദ്ധിക്കുകയും ചെയ്തതിനാൽ വെള്ളിയാഴ്ച എണ്ണവില വീണ്ടും ഉയരുകയുണ്ടായി.
പ്രതിവാര നേട്ടം 5% രേഖപ്പെടുത്തി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $75.21 പെർ ബാരൽ എന്ന നിലയിലാണ്. ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയാണ്. WTIയും ഏകദേശം $71.28 പെർ ബാരൽ എന്ന നിലയിൽ 0.06% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുക്കാറുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. ആ കാര്യങ്ങളെല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.